Hi my dear 10th class students. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഈ വർഷത്തെ ബോർഡ് എക്സാം എന്ന് പറയുന്നത് 2 ടേമായിട്ട് നടത്തുന്നു എന്നുള്ള വിവരമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഫസ്റ്റ് ടേമിലേക്കുള്ള സിലബസ് നമുക്ക് ഇതുവരെ കിട്ടിയിരുന്നില്ല. ഇന്നിപ്പോൾ നമുക്ക് ടേം എക്സാമിൻ്റെ പോർഷൻസ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതിൽ ഓരോ ചാപ്റ്റർ വൈസായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോർഷൻസ് പഠിക്കേണ്ടതും പഠിക്കേണ്ടാത്തതും എഴുതിയിട്ടുണ്ട്. പഠിക്കേണ്ടാത്തത് എഴുതിയിട്ടില്ല, പക്ഷേ പഠിക്കേണ്ടത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഡിലീഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഒരു സന്തോഷ വാർത്ത. ഒരുപാട് കുട്ടികൾ എന്നോട് പറഞ്ഞു നമുക്ക് ട്യൂഷനൊന്നും പോകാൻ പറ്റുന്നില്ല കോവിഡ് ആയതുകൊണ്ടും, പിന്നെ ഫീസും ഒക്കെ ഭയങ്കര കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പുതിയ ബാച്ച് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. വളരെ മോഡറേറ്റ് ആയിട്ടുള്ളൊരു ഫീസേ ഞാൻ മേടിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ആ ബാച്ച് ഞാൻ ഓഗസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നമ്മളുടെ ഫസ്റ്റ് ടേം എക്സാം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ആ സിലബസ് മാത്രം, അതായത് ഇപ്പോൾ കഴിഞ്ഞ പോർഷൻസും ഒന്നും കൂടി പഠിപ്പിച്ചിട്ടായിരിക്കും പോകുന്നത്. അതൊരു ഓബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് എന്നാണ് ഓൾറെഡി നമ്മളോട് ബോർഡ് പറഞ്ഞിരുന്നത്. ഇനി അതിലെന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ബോർഡിൽ നിന്ന് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അറിയാം. ഏതായാലും ഈ വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് ടേമിലേക്കുള്ള പോർഷൻസ് ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സെക്കൻഡ് ടേമിൻ്റെ നമുക്ക് അടുത്ത ഫസ്റ്റ് ടേം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ 50 മാർക്കാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോഴ്സ് സ്ട്രക്ചർ ഫസ്റ്റ് ടേമിലേക്കുള്ളത്. കണ്ടല്ലോ, 90 മിനിറ്റ്സാണ് ടൈം തന്നിരിക്കുന്നത്. അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കുമെന്നാണ് നേരത്തെ പറഞ്ഞത് കേട്ടോ. അത് പാൻഡമിക് സിറ്റുവേഷൻ കൺസിഡർ ചെയ്തിട്ടായിരിക്കാം. ചിലപ്പോൾ അതിനകത്ത് മാറ്റം വരുമെങ്കിൽ നമ്മൾ Cbse അറിയിക്കുമല്ലോ. അപ്പോൾ ഇതിൽ നമ്പർ സിസ്റ്റംസ് 6 മാർക്ക്, ആൾജിബ്ര 10 മാർക്ക്, കോർഡിനേറ്റ് ജോമെട്രി 6 മാർക്ക്, ജോമെട്രി പാർട്ട് 6, ട്രിഗണോമെട്രി 5, മെൻസുറേഷൻ 4, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി 3 മാർക്ക്, അങ്ങനെ ടോട്ടൽ 40 മാർക്കും, പിന്നെ ഇൻറ്റേർണൽ അസസ്മെൻറ്റ് 10 മാർക്കും. അങ്ങനെയാണ് ഈ ടോട്ടൽ 50 മാർക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ്, അതിൽ ഏതൊക്കെ പോർഷൻസാണ് പഠിക്കേണ്ടതെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതുപോലെ ഇൻറ്റേർണൽ അസസ്മെൻറ്റിൽ മാർക്ക് വരുന്നത് പീരിയോഡിക് ടെസ്റ്റിന് 3 മാർക്ക്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ് ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ്, യൂണിറ്റ് ടെസ്റ്റ്, പല പേരിലും ഓരോ സ്കൂളിലും പറയും, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് 3 മാർക്ക് എടുക്കും. പിന്നെ അതുപോലെ അസസ്മെൻറ്റ്, ഓക്കെ, പോർട്ട്ഫോളിയോ, ഇതൊക്കെ കറക്റ്റ് ടൈമിൽ സബ്മിറ്റ് ചെയ്തോളണം, ബിക്കോസ് അതിന് മാർക്കുണ്ട്. പിന്നെ ആക്ടിവിറ്റീസ്, പ്രാക്ടിക്കൽ വർക്ക്, ഇതെല്ലാം കൂടി 3 മാർക്ക്. അങ്ങനെ ടോട്ടൽ 10 ആണ് ഫസ്റ്റ് ടേമിലേക്കുള്ളത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ അസൈൻമെൻറ്റ്സ് എല്ലാം കറക്റ്റ് ടൈമിൽ സബ്മിറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡ്യൂട്ടീസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ടേമിലേക്കുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സിന് പഠിക്കാനുള്ളത് കാണിച്ചു തരാം. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് പഠിക്കാനുണ്ട്. പിന്നെ ഡെസിമൽ റെപ്രസെൻറ്റേഷൻ ഓഫ് റാഷണൽ നമ്പേഴ്സ് ഇൻ ടേംസ് ഓഫ് ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ ടെർമിനേറ്റിംഗ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്ക് എടുക്കും. ഈ തിയറം 1.2 പഠിക്കാനുണ്ട്. ഫണ്ടമെൻ്റൽ എവറി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് ആൻഡ് ദിസ് ഫാക്ടറൈസേഷൻ ഈസ് യുണീക്ക് അപ്പാർട്ട് ഫ്രം ദ ഓർഡർ ഇൻ വിച്ച് ദ പ്രൈം ഫാക്ടർ അക്കേഴ്സ്. അപ്പോൾ ഇത് പഠിക്കണം. അതുപോലെ തന്നെ അത് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്, എക്സാമ്പിൾസ് എല്ലാം പഠിക്കണം. അപ്പോൾ അതിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസാണ് 1.2, അത് പഠിക്കണം. ഓക്കെ, പിന്നെ ഉള്ളത് റേഷൻ നമ്പർ അല്ല, അടുത്തത് ഇത്. ഇനി പഠിക്കാനുള്ളത് ഇതാണ് തിയറം 1.6. P by Q be a rational number such that prime factorization of Q is of the form 2 raised to n 5 raised to n, where n and m are non-negative integers, then x has a decimal expansion which terminates. Okay, അപ്പോൾ ഈ n m ആർ നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ കാര്യങ്ങളും വളരെ സട്ടിലായിട്ട് വേണം പഠിക്കാൻ. ഇനി ഇതിൻ്റെ തിരിച്ച് കോൺവേഴ്സും ഈ തിയറും. Let x equal to p by q where p and q are coprime be a rational number such that prime factorization of q is not of the form 2 raised to n 5 raised to m, where n and m are non-negative integers, then x has a decimal expansion which is non-terminating repeating ആണ്. ഓക്കെ, നോട്ട് ഓഫ് ദ ഫോം ആണെന്നുണ്ടെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ്, അതായത് റാഷണൽ നമ്പർ വരും. അതല്ല 2 raised to n 5 raised to m ഫോമാറ്റിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടെർമിനേറ്റ്, അതൊരു റാഷണൽ നമ്പർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ 2 തിയറം
നന്നായിട്ട് മനസ്സിലാക്കുക. അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് എക്സസൈസ് 1.4 ദാറ്റ്സ് ഓൾസോ. ഈ 2 പോർഷൻ മാത്രമേ റിയൽ നമ്പേഴ്സിന് പഠിക്കാനായിട്ടുള്ളൂ. ബാക്കി പോർഷൻസ് ഡിലീറ്റഡ് ആണ്. മനസ്സിലായല്ലോ? ഓക്കെ. നെക്സ്റ്റ് ചാപ്റ്റർ പോളിനോമിയൽസിലാണ്. ഓൾജിബ്ര പാർട്ടിൽ പോളിനോമിയൽസ് ആണ് ഇപ്രാവശ്യം. ക്വാഡ്രാറ്റിക് സെക്കൻഡ് ടേമിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോളിനോമിയൽസിൽ യു ഹാവ് ടു സ്റ്റഡി ഓൺലി സീറോസ് ഓഫ് എ പോളിനോമിയൽ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ് ഓഫ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് ഓൺലി. ഓക്കെ. അപ്പോൾ നിങ്ങൾ ക്യൂബിക് പോളിനോമിയലിൻ്റെ ഒന്നും തന്നെ പഠിക്കേണ്ട ഒരു കാര്യവുമില്ല. ഓൺലി ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. അപ്പോൾ ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ് ഓഫ് എ പോളിനോമിയൽ. അതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അതുപോലെ ഈ റിലേഷൻ ഇത് നന്നായിട്ട് പഠിച്ചേക്കുക. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു നെഗറ്റീവ് ബി ബൈ എ, ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു സി ബൈ എ. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന എക്സസൈസാണ്. എക്സസൈസ് 2.2 ഫുള്ളും ചെയ്യണം. എക്സാമ്പിൾസ് പിന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം. ഇത്രയും മാത്രമേ പോളിനോമിയൽസിലുള്ളൂ. ബാക്കി പോർഷൻസൊക്കെ ഡിലീറ്റഡ് ആണ്. ഓക്കെ. അടുത്ത തേർഡ് ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾസ് ആണ് ഓൾജിബ്ര പാർട്ടിൽ. അതിൽ നമുക്ക് 2 മെത്തേഡുണ്ട് സോൾവിങ്. ഒന്ന് ഗ്രാഫിക്കൽ മെത്തേഡും മറ്റേത് ഓൾജിബ്രിക് മെത്തേഡും. അതിൽ 2 വേരിയബിൾസിൽ ഗ്രാഫിക്കൽ മെത്തേഡ് പഠിക്കാനുണ്ട്. പിന്നെ കൺസിസ്റ്റൻസി, ഇൻകൺസിസ്റ്റൻസി, ഓൾജിബ്രിക് കണ്ടീഷൻസ് ഫോർ നമ്പർ ഓഫ് സൊല്യൂഷൻസ്, വേരിയബിൾ സോൾവ് ചെയ്യുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ, എലിമിനേഷൻ, സിമ്പിൾ സിറ്റുവേഷണൽ പ്രോബ്ലംസ്. ഓക്കെ. സിമ്പിൾ പ്രോബ്ലംസ് ഓൺ ഇക്വേഷൻസ് റെഡ്യൂസിബിൾ ടു ലീനിയർ ഇക്വേഷൻസ് അതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ പഠിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ടെക്സ്റ്റ് ബുക്ക് കയ്യിലെടുത്തുള്ളൂ, നോക്കാം നമുക്ക്. ഓക്കെ. ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സൊല്യൂഷൻ ഓഫ് എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ. അപ്പോൾ ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് അത് നിങ്ങൾ പഠിക്കണം. ഗ്രാഫ് വരച്ച് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ഓൾറെഡി പഠിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ടേബിൾ 3.4 ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കൺസിസ്റ്റൻസി, ഇൻകൺസിസ്റ്റൻസി അതിൽ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സോൾവിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഗ്രാഫ് വരച്ച് പഠിക്കുക. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് എക്സസൈസ് 3.2 അത് നന്നായിട്ട് പഠിക്കുക. കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. പിന്നെ ഓൾജിബ്രിക് മെത്തേഡ് ഓഫ് സോൾവിങ് എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷനിൽ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പഠിക്കാനുണ്ട്. പിന്നെ ഉള്ളത് അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സസൈസ് 3.3 അപ്പോൾ അത് ചെയ്ത് പഠിക്കുക. പിന്നെ എലിമിനേഷൻ മെത്തേഡും പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, എലിമിനേഷൻ മെത്തേഡിലും ക്വസ്റ്റ്യൻസ് വരുന്നത് എക്സസൈസ് 3.4 അതും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. പിന്നെ വരുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ വേർഡ് പ്രോബ്ലംസ് എല്ലാം പഠിക്കാൻ പറഞ്ഞിട്ടില്ല. സിമ്പിൾ സിറ്റുവേഷണൽ പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരില്ല, സിമ്പിളായിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ സൊല്യൂഷൻ്റെ ഈ എക്സസൈസ് 3.5 കാരണം ഇതിനകത്ത് സൊല്യൂഷൻ്റെ കണ്ടീഷൻസൊക്കെയാണ്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്, അതും പഠിക്കണം. പിന്നെ ഉള്ളത് ഇക്വേഷൻസ് റെഡ്യൂസിബിൾ ടു എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾസിൽ സിമ്പിൾ പ്രോബ്ലംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൽ നിന്നും വരില്ല. ഇവിടെയും ഈ സിറ്റുവേഷൻ പ്രോബ്ലംസിലും ഇതുപോലത്തെ സിമ്പിൾ പ്രോബ്ലമേ വരത്തുള്ളൂ കേട്ടോ. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ എക്സസൈസും പഠിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലും സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, ഈ ചാപ്റ്ററിന് ഇത്രയുമാണ് പഠിക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ ഇതിൽ സിമ്പിളായിട്ടുള്ള പ്രോബ്ലം ഏതാണോ അതായിരിക്കും ഒരു വരുന്നത്. എന്തായാലും ഇതിനകത്ത് നമ്മുടെ പോർഷൻസിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. ഗ്രാഫിക്കൽ മെത്തേഡിലും ഓൾജിബ്രിക് മെത്തേഡിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, എലിമിനേഷൻ മെത്തേഡ് ഉണ്ട്. പിന്നെ ഇത് ഇക്വേഷൻസ് ബൈ റെഡ്യൂസിങ് ദം ടു എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷനിൽ സിമ്പിൾ പ്രോബ്ലംസ്, സിറ്റുവേഷണൽ പ്രോബ്ലംസിലും സിമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അടുത്ത ചാപ്റ്റർ 4 കോർഡിനേറ്റ് ജോമെട്രിയാണ്. അതിനകത്ത് കോൺസെപ്റ്റ്സ് ഓഫ് കോർഡിനേറ്റ് ജോമെട്രി, ഗ്രാഫ് ഓഫ് ലീനിയർ ഇക്വേഷൻ, ഡിസ്റ്റൻസ് ഫോർമുല, സെക്ഷൻ ഫോർമുല. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 9th ക്ലാസ്സിൽ കോർഡിനേറ്റ് ജോമെട്രി പഠിച്ചിട്ടില്ലേ? അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ്സ്, ഒരു പോയിൻറ്റിനെ എങ്ങനെയാണ് നമ്മളൊരു പ്ലെയിനിൽ ലൊക്കേറ്റ് ചെയ്യുന്നത്, കാർട്ടീഷ്യൻ പ്ലെയിൻ,
കാർട്ടീഷ്യൻ പ്ലെയിൻ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 4 quadrants. അതിൽ ഓരോ ക്വാഡ്രൻറ്റിലും കോർഡിനേറ്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ് നമ്മൾ ആബ്സിസാന്നും പറയും. എക്സിൻ്റെയും വൈൻ്റെയും സൈനും ഇതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യണം. അതാണ് അവിടെ കോൺസെപ്റ്റ്സ് ഓഫ് കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ നിങ്ങൾ ലൈൻ ഗ്രാഫൊക്കെ വരച്ചിട്ടില്ലേ, അപ്പോൾ അതും കൂടി ഒന്ന് റിവൈസ് ചെയ്യുക. ഇപ്പോൾ 10th നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഉള്ളി ഡിസ്റ്റൻസ് ഫോർമുല ആൻഡ് സെക്ഷൻ ഫോർമുല. അപ്പോൾ അത് കാണിച്ചു തരാം. അതായത് ഒരു കാർട്ടീഷ്യൻ പ്ലെയിനിൽ 2 പോയിൻ്റ് 2 ഡിഫറെൻറ്റ് ക്വാഡ്രൻസിലുള്ള പോയിൻറ്റ്സിൻ്റെ ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുലയാണിത്, ഡിസ്റ്റൻസ് ഫോർമുല. ഓക്കെ, അപ്പോൾ ഇതും പഠിക്കണം, ഡിസ്റ്റൻസ് ഫോർമുല. ആൻഡ് ഇഫ് ദ പോയിൻ്റ് ഇസ് ഫ്രം ദ ഒറിജിൻ ആണെങ്കിൽ ഡിസ്റ്റൻസ് ഇങ്ങനെ വരും, റൂട്ട് ഓഫ് എസ്. പോയിൻ്റ് 0 ആണല്ലോ ഒറിജിൻ്റെ കോർഡിനേറ്റ്സ്. ആൻഡ് പോയിൻ്റ് XY, പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എക്സും വൈയും ആണെങ്കിൽ ഡിസ്റ്റൻസ് എന്ത് വരും, റൂട്ട് ഓഫ് x² + y². ഈ 2 ഡിസ്റ്റൻസ് ഫോർമുലയും പഠിക്കണം. അപ്പോൾ അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സാമ്പിൾസും ചെയ്യണം. വേറൊന്നും തന്നെ അതിലില്ലാത്തത് കൊണ്ട് എക്സസൈസ് 7.1 ഫുള്ളായിട്ട് ചെയ്ത് പഠിക്കുക. ബിക്കോസ് അത് ഡിസ്റ്റൻസ് ഫോർമുല റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് വരുന്നത് സെക്ഷൻ ഫോർമുലയാണ്. അപ്പോൾ സെക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ ഒരു ലൈനിനെ ഒരു പോയിൻ്റ് ഇൻറ്റേർണലി ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോർഡിനേറ്റ്സ് ഫൈൻഡ് ചെയ്യുന്ന ഫോർമുലയാണ്. നിങ്ങൾക്ക് പഠിക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതും പഠിക്കണം, സെക്ഷൻ ഫോർമുല റിലേറ്റഡ് ക്വസ്റ്റ്യൻസും വരും. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ ഫോർമുല റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ എക്സാമ്പിൾസും പഠിക്കണം. അത് എക്സസൈസ് 7.2 ഫുൾ. ഇത്രയേ ഉള്ളൂ, ഡിസ്റ്റൻസ് ഫോർമുല ആൻഡ് സെക്ഷൻ ഫോർമുല ഉള്ളി. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഈ എക്സസൈസ് 7.2 ഫുൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണം. ഇത് മാത്രമല്ല വേറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇനി അടുത്തത് ജോമെട്രിയിൽ വരുന്നത് ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്ററാണ്. ചാപ്റ്റർ 5 ട്രയാങ്കിൾസ്. അതിനകത്ത് ഡെഫിനിഷൻസ്, എക്സാമ്പിൾസ്, കൗണ്ടർ എക്സാമ്പിൾസ് ഓഫ് സിമിലർ ട്രയാങ്കിൾസിന്. ഓക്കെ, ഫസ്റ്റ് പ്രൂഫ് BPT ആണ്, അതായത് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം ഓർ തെയിൽസ് തിയറം. അത് പ്രൂഫ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ പ്രൂഫ് പഠിക്കണം. നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ പ്രൂഫ്. അതേസമയം അതിൻ്റെ കോൺവേഴ്സ്, ഇതിൻ്റെ കോൺവേഴ്സാണ് ഈ സെക്കൻഡ് എഴുതിയേക്കുന്നത്. അത് മോട്ടിവേറ്റ് ആണ്. അതായത് മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നന്നായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങളെ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടായിരിക്കുന്നത് അല്ലേ. നമ്മൾ മാത്രമല്ല, ടീച്ചേഴ്സും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, പാരൻസും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവരും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എനിവേ ഇത് പ്രൂഫും ഇത് മോട്ടിവേറ്റുമാണ്. അപ്പോൾ കോൺവേഴ്സ് ഓഫ് BPT ആണ് നന്നായിട്ട് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതിന് പ്രൂഫ് പഠിക്കേണ്ട. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് പഠിക്കേണ്ട ഏതിൻ്റെയാണ്? ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറത്തിൻ്റെയാണ്. അത് കാണിച്ചു തരാം. തിയറം 6.1. ഇത് പ്രൂഫ് പഠിക്കണം. If a line is drawn parallel to one side of a triangle to intersect the other two sides in distinct points, the other two sides are divided in the same ratio. ഇതാണ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് പഠിക്കാനുണ്ട്. ഇതിൻ്റെ കോൺവേഴ്സ് തിയറം 6.2 ആണ്. If a line divides any two sides of a triangle in the same ratio, then the line is parallel to the third side. ഇത് നന്നായിട്ട് പഠിക്കുക. ഇതിന് ക്വസ്റ്റ്യൻസ് വരും. മോട്ടിവേറ്റ് ആണ് കേട്ടോ, പ്രൂഫ് പഠിക്കാനില്ല. അപ്പോൾ ഇത് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസാണ് എക്സസൈസ് 6.2. അത് ഫുള്ളും ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി ട്രയാങ്കിൾസിൽ സിമിലാരിറ്റി ക്രൈറ്റീരിയ ഓഫ് ട്രയാങ്കിൾസ് ആണ്. അതിൽ ഈ 3 സിമിലാരിറ്റി ക്രൈറ്റീരിയയും മോട്ടിവേറ്റിലാണ്. അതായത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കണം. ഓക്കെ, എ സിമിലാരിറ്റി, SA സിമിലാരിറ്റി, ദെൻ SSS സിമിലാരിറ്റി ക്രൈറ്റീരിയ നന്നായിട്ട് മനസ്സിലാക്കുക. അത് 3 എണ്ണമാണ് ഈ മോട്ടിവേറ്റിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ തിയറം നോക്കൂ. 6.3. If in two triangles corresponding angles are equal, then their corresponding sides are in the same ratio and hence the two triangles are similar. ഓക്കെ, അതൊരു തിയറം. അപ്പോൾ ഇതിനൊന്നും പ്രൂഫൊന്നും പഠിക്കണമെന്നില്ല കേട്ടോ, പ്രൂഫ് നോട്ട് റിക്വയർഡ്. ദെൻ അടുത്ത തിയറം 6.4 കണ്ടോ. In two triangles, sides of one triangle are proportional to the sides of another triangle, then their corresponding angles are equal, hence the two triangles are similar. Okay, അടുത്തത് ഇത് തിയറം 6.5.
one angle of a triangle is equal to one angle of the other triangle and the sides including these triangles are proportional, then they are similar. essays അങ്ങനെ 3 സിമിലാരിറ്റി ക്രൈറ്റീരിയ ഉണ്ട് രണ്ട് ട്രയാങ്കിളിൻ്റെ സിമിലർ ട്രയാങ്കിൾസിന്. ആ 3 എണ്ണവും ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് അത് ഹൈലൈറ്റ് ചെയ്ത് എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. സിമിലർ ട്രയാങ്കിൾസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ വരുന്ന ക്വസ്റ്റ്യനാണ് ഈ എക്സാമ്പിൾ ക്വസ്റ്റ്യനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എക്സാമ്പിൾ 7. പിന്നെ അതിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസും അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സസൈസ് ഏതിലാണ്? 6.3 6.3 നന്നായിട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ്, the ratio of areas of two similar triangles is equal to the ratio of square of their corresponding sides. ഇതിൻ്റെ പ്രൂഫ് പഠിക്കാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ക്വസ്റ്റ്യൻസ് വരും. പ്രൂഫ് പഠിക്കാൻ പറഞ്ഞാൽ ബ്രാക്കറ്റിൽ പ്രൂവ് എന്നിടും, അപ്പോൾ അതിട്ടിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഈ തിയറം നന്നായിട്ട് മനസ്സിലാക്കുക, അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് പഠിക്കുക, പ്രൂഫ് പഠിക്കണ്ട. ഈ പോർഷൻ ലാസ്റ്റ് ഇയർ ഡിലീറ്റഡ് ആയിരുന്നു. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഏതാണെന്ന് കാണിച്ചു തരാം. ഇതാണ് ഏരിയാസ് ഓഫ് സിമിലർ ട്രയാങ്കിൾസിൽ റേഷ്യോ ഓഫ് ഏരിയാസ് ഓഫ് ടു സിമിലർ ട്രയാങ്കിൾസ് ഈസ് ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ദ റേഷ്യോ ഓഫ് ദർ കറസ്പോണ്ടിങ് സൈഡ്സ്. ദാറ്റ് ഈസ് തിയറം 6.6. നന്നായിട്ട് മനസ്സിലാക്കുക. അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്ന എക്സർസൈസാണ് ഇത്. ഇപ്പോൾ കാണിച്ചു തരാം. എക്സസൈസ് 6.4 ലാസ്റ്റ് ഇയറിൽ ഡിലീറ്റ് ആയിരുന്നുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല, ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഇതാണ്, മോട്ടിവേറ്റിലാണ്, നന്നായിട്ട് പഠിക്കുക. ഇഫ് എ പെർപെൻഡിക്കുലർ ഇസ് ഡ്രോൺ ഫ്രം ദ വെർട്ടെക്സ് ഓഫ് എ റൈറ്റ് ആംഗിൾ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ടു ദ ഹൈപ്പട്ടന്യൂസ്, ദ ട്രയാങ്കിൾസ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ പെർപെൻഡിക്കുലർ ആർ സിമിലർ ടു ദ ഹോൾ ട്രയാങ്കിൾ ആൻഡ് ടു ഈച്ച് അതർ. അതായത് ടെക്സ്റ്റ് ബുക്കിൽ തിയറം 6.7 ആണത്. അപ്പോൾ ഈ തിയറം നന്നായിട്ട് മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാം. ഈ തിയറം ആക്ച്വലി നമ്മൾ പൈതഗോറസ് തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു സപ്പോർട്ടിങ് തിയറമാണിത്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. ട്രയാങ്കിൾസിലടുത്ത പ്രൂഫാണിത്. നോക്കൂ, പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. തിയറം ഇൻ എ റൈറ്റ് ട്രയാങ്കിൾ ദ സ്ക്വയർ ഓഫ് ദ ഹൈപ്പട്ടന്യൂസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ അതർ ടു സൈഡ്സ്. അത് നിങ്ങൾക്ക് ചെറിയ ക്ലാസ് തുടങ്ങി പഠിക്കുന്നതാണ് പൈതഗോറസ് തിയറം. അതിൻ്റെ പ്രൂഫുണ്ട്, കണ്ടല്ലോ, പ്രൂവ്. ഓക്കെ, അപ്പോൾ അത് പ്രൂഫ് പഠിക്കണമെന്ന് പറഞ്ഞാൽ അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ്. പിന്നെ അടുത്തത്, ഇൻ എ ട്രയാങ്കിൾ ദ സ്ക്വയർ ഓൺ വൺ സൈഡ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓൺ ദ അതർ ടു സൈഡ്സ്, ദ ആംഗിൾ ഓപ്പോസിറ്റ് ടു ദ ഫസ്റ്റ് സൈഡ് ഈസ് എ റൈറ്റ് ആംഗിൾ. അതായത് ഈ പൈതഗോറസ് തിയറത്തിൻ്റെ കോൺവേഴ്സ്, അതും നന്നായിട്ട് പഠിക്കണം. അപ്പോൾ പൈതഗോറസ് തിയറം പ്രൂഫുണ്ട്, പൈതഗോറസ് തിയറത്തിൻ്റെ കോൺവേഴ്സിന് പ്രൂഫില്ല, പക്ഷേ അത് നന്നായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അത് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചു തരാം. നോക്കൂ, ഇതാണ് തിയറം 6.8 ആണ് പൈതഗോറസ് തിയറം. ഓക്കെ, അപ്പോൾ പൈതഗോറസ് തിയറവും അതിൻ്റെ കോൺവേഴ്സിന് പ്രൂഫ് പഠിക്കണ്ട, കോൺവേഴ്സിന് പ്രൂഫ് വേണ്ട, പക്ഷേ അത് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. തിയറം 6.9 ആണ് അതിൻ്റെ കോൺവേഴ്സ്, അതിന് പ്രൂഫ് പഠിക്കണ്ട, പക്ഷേ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും എക്സാമ്പിൾസ് പ്ലസ് എക്സസൈസ് ക്വസ്റ്റ്യൻസും ഉണ്ട്. എക്സസൈസ് 6.5 ഫുള്ളും ചെയ്യണം. ഓക്കെ, നന്നായിട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ തിയറം പൈതഗോറസ് തിയറത്തിൻ്റെ പ്രൂഫ് മാത്രം പഠിച്ചാൽ മതി, കോൺവേഴ്സിൻ്റെ പ്രൂഫ് പഠിക്കേണ്ട, അത്രയേ ഉള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അടുത്തത് ട്രിഗണോമെട്രിയാണ്. ട്രിഗണോമെട്രിയിൽ ആക്ച്വലി 2 ചാപ്റ്റർ ഉണ്ട്. ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രിയും ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി. ഇപ്പോൾ ഫസ്റ്റ് ടേമിൽ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രിയാണ് പഠിക്കാനിട്ടിരിക്കുന്നത്. അതിൽ trigonometric ratios of an acute angle of a right angled triangle, proof of their existence, values of trigonometric ratios of 30, 45 and 60, relationship between the ratios, ഇത്രയും ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെയുള്ളത് trigonometric identities, only one identity, അതായത് sin square a plus cos square a 1, only simple identities to be given എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി 2 ഐഡൻറ്റിറ്റീസ് പഠിക്കേണ്ട. എനിക്ക് തോന്നുന്നു പൊതുവേ കുട്ടികൾക്ക് ഈ പോർഷൻ ഇത്തിരി ഡിഫിക്കൽട്ടാണ്, അവറേജ് കുട്ടികൾക്ക്. അപ്പോൾ അതുകൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നു ഒരുപാട് ഡിലീഷൻ അതിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഇട്ടിരിക്കുന്ന പോർഷൻ ഏതാണെന്ന് വെച്ചാൽ ഇത് ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് 45 ഡിഗ്രി, അതായത് അക്യൂട്ട് ആംഗിളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൂഫും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ട്രിഗണോമെട്രിക് റേഷ്യോസ് ഇത് 45 ഡിഗ്രിയുടേത്. ദെൻ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് 30 ആൻഡ് 60, 90 പറഞ്ഞിട്ടില്ല. പിന്നെ അതിൻ്റെ റിലേഷനും. അപ്പോൾ ആക്ച്വലി നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആദ്യം പഠിക്കാതെ ഇതെങ്ങനെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു.
പക്ഷേ അങ്ങനെ ബോർഡ് അങ്ങനെ ഇട്ടിരുന്നാലും ശരി തന്നെ നിങ്ങൾ ഫസ്റ്റ് പോയി ട്രിഗണോമെട്രിക് റേഷ്യോസ് പഠിക്കണം. അത് പഠിച്ചാലേ നമുക്ക് സൈനും കോസും ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കാണ്ട് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റണേ. അപ്പോൾ അത് ഉറപ്പായിട്ടും ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിക്കാതെ ഇങ്ങോട്ട് വരില്ല. പക്ഷേ അവർ എക്സാം സിലബസിൽ അതാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സസൈസ് 8.1 ചെയ്ത് പഠിക്കുക, നല്ലതാണത്. ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് അക്യൂട്ട് ആംഗിൾസ് ആണ് ആക്ച്വലി ബോർഡ് പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ചാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇത് ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് 45 ഡിഗ്രി അതിൻ്റെ പ്രൂഫ്, 30 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി അതിൻ്റെ പ്രൂഫും ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 0 90 ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് തമ്മിലുള്ള റിലേഷൻ, അതായത് യു ഹാവ് ടു ലേൺ ദിസ് ടേബിൾ ഓൾസോ. ടേബിൾ 8.1 നന്നായിട്ട് പഠിക്കാം. പിന്നെ ഉള്ളത്, അപ്പോൾ അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് എക്സസൈസ് 8.2ലുള്ളത്. അപ്പോൾ അതും ചെയ്ത് പഠിക്കണം. ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് കോംപ്ലിമെൻ്ററി ആംഗിൾസ് ഇല്ല, അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊന്നും ഇല്ല. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഐഡൻറ്റിറ്റീസാണ്. അപ്പോൾ ഐഡൻറ്റിറ്റീസിൽ ഒൺലി 1 ഐഡൻറ്റിറ്റി, അതായത് ഏതാ ദേ ഈ ഐഡൻറ്റിറ്റി മാത്രമേ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി 2 കൂടെ ഉണ്ടായിരുന്നു, അത് കളഞ്ഞു. ഈ ഐഡൻറ്റിറ്റി പഠിച്ചിട്ട് അതിൽ തന്നെ സിമ്പിൾ ക്വസ്റ്റ്യൻ കൊടുക്കാനാണ് പറഞ്ഞിട്ട്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പോൾ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ പ്രൂവ് ചെയ്ത് പഠിക്കുന്ന ക്വസ്റ്റ്യനിൽ ഈ ഐഡൻറ്റിറ്റി വരുന്നത് മാത്രം പഠിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ട്രിഗണോമെട്രിയിൽ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി എന്നുള്ള പോർഷൻസ്. ആക്ച്വലി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് 8th ചാപ്റ്ററാണ് ആണല്ലോ. ഇവിടെ അതിപ്പോൾ നമ്മൾ 6 ചാപ്റ്ററായി ഇപ്പോൾ മൊത്തം അല്ലേ. 6 ചാപ്റ്റർ ഇപ്പോൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ അടുത്ത പോർഷൻ മെൻസുറേഷനിൽ നിന്ന് ഒരു ചാപ്റ്റർ ഉണ്ട്, ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾസ്. ഓക്കെ, അപ്പോൾ അതിൽ മോട്ടിവേറ്റ് ദ ഏരിയ ഓഫ് സർക്കിൾ, ഏരിയ ഓഫ് സെക്ടേഴ്സ്, സെഗ്മെൻറ്റ്സ്, പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ഏരിയ ആൻഡ് പെരിമീറ്റർ, സർക്കംഫറൻസ് ഓഫ് ദ എബോസ്. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ, പെരിമീറ്റർ, സെക്ടർ ഇതെല്ലാം പഠിക്കാം. സെക്ടറിൻ്റെ പെരിമീറ്റർ, ഏരിയ, calculating the area of segment of a circle. Problem should be restricted to central angle 60 and 90 only. Okay, അതേപോലെ പ്ലെയിൻ ഫിഗേഴ്സ് ഇൻവോൾവിങ് ട്രയാങ്കിൾ, സിമ്പിൾ ക്വാഡ്രിലാറ്ററൽസ് ആൻഡ് സർക്കിൾ ഷുഡ് ബി ഗിവൺ എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ദേ ടെക്സ്റ്റ് ബുക്കിൽ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് എ സർക്കിൾ റിവ്യൂ കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കണം. അപ്പോൾ അതിലുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് എക്സസൈസ് 12.1 ചെയ്ത് പഠിക്കണം. പിന്നെ ഉള്ളത് ഏരിയ ഓഫ് സെക്ടർ ആൻഡ് സെഗ്മെൻറ്റ് ഓഫ് എ സർക്കിൾ. ഓക്കെ, അത് എല്ലാം പഠിക്കാനുണ്ട്. നോക്കൂ, ഏരിയ ഓഫ് സെക്ടർ ഉണ്ട്, ദെൻ ലെങ്ത് ഓഫ് ആർക്ക് ഉണ്ട്, ഇതൊക്കെ പഠിക്കാനുള്ളത് തന്നെയാണ്. പിന്നെ ഒരെണ്ണം മാത്രം, അതായത് ഇതുപോലെ സെൻട്രൽ ആംഗിൾ 120 വരുന്നത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഉള്ളി 30, 60, 90 അല്ലേ, അത്രയേ ഉള്ളൂ. 120 കഴിഞ്ഞ വർഷം അത് ഡിലീറ്റഡ് ആയിരുന്നു. അപ്പോൾ അത് മാത്രം, അതൊഴികെ ബാക്കിയെല്ലാം പഠിക്കാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെയാ എക്സസൈസ് നോക്കൂ, 12.2ലെ ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കണം. അതിൽ 120 ഡിഗ്രി വരുന്ന ക്വസ്റ്റ്യൻ ഇതിനകത്ത് 7th ക്വസ്റ്റ്യനിൽ നോക്കൂ, എ കോഡ് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 12 cm സബ്റ്റൻഡ് ആംഗിൾ 120. ഇത് വേണ്ട, ബാക്കി ചെയ്ത് പഠിക്കണം. ഓക്കെ, പിന്നെ ഏരിയ ഓഫ് കോമ്പിനേഷൻ ഓഫ് പ്ലെയിൻ ഫിഗേഴ്സിലും കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കിളും ട്രയാങ്കിളും ക്വാഡ്രിലാറ്ററലും ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് മതി. അപ്പോൾ എക്സസൈസ് 12.3 പഠിക്കണം. ഓക്കെ, അവിടെയും 120 ഡിഗ്രി ട്രയാങ്കിൾ സെൻട്രൽ ആംഗിൾ വരുന്നുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം തന്നെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്തത് പ്രോബബിലിറ്റിയാണ്. പ്രോബബിലിറ്റിയിൽ ക്ലാസിക്കൽ ഡെഫിനിഷൻ, സിമ്പിൾ പ്രോബ്ലംസും ഫൈൻഡിങ് ദി പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ്. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ഓൾറെഡി 9th ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം നന്നായിട്ട് എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ പറ്റും അല്ലേ. അങ്ങനെ ടോട്ടൽ 8 ചാപ്റ്റേഴ്സാണ് ടേം 1ലേക്ക് വേണ്ടിയിട്ട് സിലബസ് ഉള്ളത്. ടേം 2 നമുക്കിത് കഴിയുമ്പോൾ നോക്കാം. ആദ്യം നമ്മൾ ടേം 1 അല്ലേ നന്നായിട്ട് പഠിക്കേണ്ടേ അല്ലേ. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഏതെന്നും അതിൽ ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഈ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാ കുട്ടികളിലേക്കും ഒന്ന് എത്തിക്കുക. ബിക്കോസ് മലയാളത്തിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആർക്കെങ്കിലും
മിക്കവരും എല്ലാം ഹിന്ദിക്കാരാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ മലയാളത്തിലുള്ളൊരു വീഡിയോ കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. അതുകൊണ്ട് പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ. ഇനി ഈ പോർഷൻസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട്, അതിലേക്ക് വിളിച്ച് ചോദിച്ചാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.